ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബിശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഇന്ന് നമ്മളെ ഇൻഫ്ലുവൻഷ്യൽ സ്പീക്കേഴ്സിന്റെ അവസരമാണല്ലോ. മാഷാ അല്ലാഹ്. നമ്മളെ എന്താ പറയാ, എല്ലാവർക്കും സുപരിചിതയായ റഹ്മത്തും പിന്നെ നമ്മളെ സുലൈഖത്തെയാണ് ഇന്ന് നമ്മളോട് സംസാരിക്കാൻ റെഡി ആയിട്ടുള്ളത്. സുലൈഖത്താനെ പരിചയപ്പെട്ടിട്ട് ഇപ്പം ഏകദേശം 5 വർഷമായി. മാഷാ അല്ലാഹ്. അന്ന് മുതൽ ഇന്ന് വരെ കൂടെ തന്നെ ഉണ്ട് അല്ലേ. അൽഹംദുലില്ലാ. അള്ളാഹു ഇപ്പോ ഓർക്ക് ദാവത്തിന്റെ മാർഗത്തിൽ ഇറങ്ങാനും അള്ളാഹു അവസരം നൽകിയിട്ടാണുള്ളത്. ബാക്കി കാര്യങ്ങളൊക്കെ സുലൈഖത്ത അവരുടെ ജീവിതാനുഭവങ്ങളാണല്ലോ ഇന്നത്തെ ടോപ്പിക്ക്. നല്ല രീതിയിൽ പറയാൻ റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകട്ടെ. സംസാരിക്കാൻ വേണ്ടി സുലൈഖത്തയെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. الله أكبر كبيرا الحمد لله كثيرا سبحان الله بكرة وأصيلا. اللهم لا سهل إلا ما جعلته سهلا وأنت سهل إذا شئت سهلا. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ടീച്ചർ പറഞ്ഞല്ലേ പറയാനുള്ളതൊക്കെ ആദ്യം തന്നെ. അപ്പോ പരിശുദ്ധമാക്കപ്പെട്ട ഹജ്ജ് കർമ്മത്തിലൂടെയാണ് ഞാനും ഹസീന ടീച്ചറുടെ പരിചയം. അന്ന് മുതൽ തുടങ്ങിയതാണ്. 6 വർഷമായി തുടങ്ങി. അൽഹംദുലില്ലാ. ഇപ്പോഴിങ്ങനെ പല ചാൻസും തന്നിട്ടുണ്ടെങ്കിലും ഇപ്പോൾ മുന്താസ്താന്റെ ഈ സ്പീക്കിംഗ് കോഴ്സിലൂടെയാണ് എനിക്ക് ഇങ്ങനെ ഒരു ധൈര്യം കിട്ടിയത്. പല ചാൻസും ടീച്ചർ തന്നിട്ടുണ്ട് സംസാരിക്കാനൊക്കെ. പക്ഷേ ഇപ്പോഴൊക്കെ ഓരോരോ കാരണങ്ങൾ ഇപ്പോൾ ഈ സ്പീക്കിംഗ് കോഴ്സിലൂടെയാണ് ഒരു ആത്മധൈര്യം, കോൺഫിഡൻസ് എത്തിക്കിട്ടിയത്. അൽഹംദുലില്ലാ. അതിന് ആദ്യമായിട്ട് തന്നെ മുന്താസ്ഥാനത്തിനെ ആദ്യം അൽഹംദുലില്ലാ അള്ളാഹുവിന്റെ ശുക്ർ. മുന്താസ്ഥാനത്തിനെ ശുക്ർ ചെയ്യണം. എനിക്ക് ആ ബക്കറ പഠിക്കും എന്റെ കൂടെ ഇങ്ങനെ കൂടി ബക്കറ പഠിക്കുന്ന ആളായിട്ട് എന്തുകൊണ്ട് ഇതൊന്നും മറച്ചു വെച്ചാലുള്ള കഴിവുകളെ കുറിച്ചും അതിനെ കുറിച്ചൊക്കെ അറിയാലോ. നമ്മുടെ സുഹൃത്തിന്റെ ബക്കറയിൽ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. എന്നാലും എനിക്കത്ര ധൈര്യം വന്നിട്ടുണ്ടായിരുന്നു. സ്പീക്കിംഗ് കോഴ്സിലൂടെയാണ് എനിക്കത് കിട്ടിക്കൊണ്ടിരുന്നത്. അൽഹംദുലില്ലാ. പിന്നെ ഞാൻ എന്താ വെച്ചെങ്കിൽ എന്റെ ജീവിതത്തിൽ നമ്മള് ചെറുപ്പത്തിൽ 5ാം ക്ലാസ് വരെ സംസ്ഥാന ബസ്സിനാണ് നമ്മൾ പഠിച്ചതും വന്നതൊക്കെ. പക്ഷെ ഞാന് ഹസീന ടീച്ചർ വഴിയാണ് എന്റെ ജീവിതത്തിലും പിന്നെ പല മാറ്റങ്ങളും പഠനത്തിലൂടെ. ആദ്യം തന്നെ നമ്മൾ ചെറിയ ഹമ്മ ജ്യൂസാണ് തുടങ്ങി വെച്ചത്. അത് ഒരു കൊറോണ ടൈമിലായതുകൊണ്ട് കൊറോണ ഒരു കണക്കിന് എല്ലാവർക്കും വിഷമമുള്ള കാര്യമാണെങ്കിലും അൽഹംദുലില്ലാ നമുക്ക് അതൊരു ഉപകാരം തന്നെയാണ്. കാരണം ഹമ്മ ജ്യൂസ് ഞാൻ കാണാതെ പഠിച്ചു. അത് പിന്നെ അത് ആക്കി അർത്ഥത്തോടു കൂടി നിസ്കാരത്തിലൊക്കെ പാരായണം ചെയ്യാൻ കഴിഞ്ഞു. അൽഹംദുലില്ലാ. അങ്ങനെ ഓരോ കാര്യങ്ങളും നിസ്കാരങ്ങള്, സുന്നത്ത് നമസ്കാരങ്ങള് അല്ലാതും എന്റെ പിന്നെ ഇതിൽ മാറ്റം വെച്ചു. തജ്വീദ് അത്ര വലിയ 6ാം ക്ലാസ് വരെ പഠിച്ചെങ്കിൽ അന്ന കാലത്തൊന്നും തജ്വീദ് ഒന്നും അത്ര ഇതില്ലല്ലോ. അങ്ങനെ ഒരു ദിവസം ഹസീന ടീച്ചറിനെ എന്നെ ഓർത്ത് വെച്ച് തജ്വീദ് ക്ലാസ്സിനൊക്കെ ചേർത്തപ്പോ മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ നല്ല ഖിറാഅത്തൊക്കെ തജ്വീദോട് കൂടി തന്നെ പാരായണം ചെയ്യാൻ കഴിഞ്ഞു. അതൊരു ദിവസം മീനയിൽ ഇങ്ങനെ ഇരുന്ന സമയത്താണ് എല്ലാവരും ഖുർആൻ ഓതിപ്പിച്ചത്. അതിൽ ഞാനും ഉണ്ടായിരുന്നില്ല. എന്നാലും ഹജ്ജ് കഴിഞ്ഞ് നാട്ടിലെത്തിയ ശേഷമാണ് ഖുർആൻ പഠനം തുടങ്ങി. ഓൺലൈനിലായിരുന്നു. 6 വർഷം തന്നെ 6 വർഷം ഏകദേശം ആയിട്ടുണ്ടാവും. പിന്നെ സെക്കൻഡ് ജ്യൂസ് മക്കളെ ക്ലാസ് എടുത്തു. അതെല്ലാതും എന്നെ ഒരു പ്രയോജനപ്പെടുത്തി. മുൽക്ക് മുതൽ കലം, ഇൻസാന് എല്ലാതും അസലിച്ചർ വഴി തന്നെ ഞാൻ ഇതിലെത്തിയത്. ഇപ്പൊ എനിക്ക് സുബി നമസ്കാരത്തിലൊക്കെ ഞാൻ മുമ്പേ ചെറിയ സൂറത്തുകളായിരുന്നു ഓതിയിരുന്നത്. ഇപ്പൊ എനിക്ക് ആദ്യത്തെ റക്കാഹത്തിൽ സജദയും 2ാമത്തെ റക്കാഹത്തിൽ എനിക്ക് ഇൻസാനും ഓതി പൂർത്തിയാക്കാൻ കഴിഞ്ഞു. അൽഹംദുലില്ലാ. പിന്നെ രാവിലത്തെ ദിക്റുകള്, അധികാറുകളൊക്കെ മുടങ്ങാതെ പിന്നെ ചെയ്യാൻ കഴിയുന്നുണ്ട്. മാറ്റം വെച്ച സംഗതികളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതിന്റെ ഓർമ്മപ്പെടുത്തലായിരുന്നു നമ്മൾ റഷീദത്താണെന്ന് പറയണ്ട, എല്ലാവരും അങ്ങനെ പറഞ്ഞു കിട്ടിയതുകൊണ്ട് ഞാൻ റഷീദ നമ്മുടെ ഷായി നല്ല രാവിലെയും ഓർമ്മപ്പെടുത്തലൊക്കെ ഉണ്ടായിരുന്നു. ദിക്റുകളൊക്കെ അതെനിക്കൊരു നല്ല ഉപകാരം തന്നെയായി. അങ്ങനെ പിന്നെ ടീച്ചർ ക്ലാസ്സൊക്കെ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്
നമുക്ക് നല്ല ഒരു കൂട്ടുപിടിച്ചാൽ നമ്മൾ തന്നെ മുന്നോട്ട് പോകുന്നു. ആ നിലയിലാണ് നമുക്ക് എനിക്ക് ഹന്നനെ കിട്ടുന്നത്. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ. അതിന്റെ ഒരു വിജയം തന്നെ ആവാം. കാരണം അതിനോട് കൂടി സൂറത്തുൽ റഹ്മാനിലൂടെയാണ് ഞാൻ ഹന്നയെ പരിചയപ്പെടുന്നത്. ഹന്ന ടീച്ചർ ഡോക്ടറാണെങ്കിലും ഹന്ന ടീച്ചർ എന്ന് തന്നെ പറയാം, എല്ലാവർക്കും പറയുന്ന ആളിനെ ആവുമല്ലോ. സൂറത്തുൽ റഹ്മാൻ എന്നും പാരായണം ചെയ്യുകയാണെങ്കിൽ അതിലുള്ള ഉള്ളടക്കമൊന്നും എനിക്കറിയില്ല. അതിനെക്കുറിച്ച് 75 തരം ആപ്പിളിനെ കുറിച്ചും കടലില് പിന്നെ മത്സ്യത്തിനെ കുറിച്ചും അതിലൂടെയൊക്കെ പറഞ്ഞു തന്നപ്പോൾ നമുക്ക് സുബ്ഹാനല്ലാഹ്, നമുക്ക് എന്തെല്ലാം അറിവുകളാണ്. അങ്ങനെ പല അറിവുകൾ നമുക്ക് കെട്ടിക്കൊണ്ട് തന്നെ ഇരുന്നു. പിന്നെ ഹന്ന എന്നെ പല കാര്യത്തിലും സഹായിച്ചിട്ടുണ്ട്. QHLS-ന്റെ ക്ലാസ് ഇവിടെ പള്ളിയിലെ തൊട്ടടുത്ത ക്ലാസ്സിൽ നമുക്ക് വേണ്ടിയിട്ട് ക്ലാസ് നടത്താനും എക്സാം എഴുതാനും കൂടെ കൂട്ടിയിരുന്ന് ഉറക്കം ഒഴിച്ചും നല്ല സഹായിച്ചിട്ടുണ്ട്. അതൊന്നും മറക്കാൻ കഴിയാത്ത ഒരു അനുഭവം. അതൊക്കെ ഹസനടിക്കലിലൂടെയാണ് കേട്ടോ എനിക്ക് വന്നത്. ഈ കാരണം ഇഷ്കാത്തിലെത്തിയതും അന്ന് വെറും ഒരു ഖുർആൻ പഠന ക്ലാസ് മാത്രമായിരുന്നു. പിന്നെയാണ് ഹന്നനെ കിട്ടുന്നത്. പിന്നെ ഹന്നി ഞാൻ കൂട്ടായി നല്ല പഠിക്കാനും ജീവിതത്തിൽ ഇങ്ങനെ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. കൂടുതൽ അറിവുകൾ വന്ന് നല്ല മാർക്കോട് കൂടി എനിക്ക് നല്ല മഞ്ചേരി മണ്ഡലത്തിൽ തന്നെ നല്ല സൂറത്ത് അന്ന് റയ്യ ടീച്ചറെ ക്ലാസ്സും കേൾക്കുമായിരുന്നു. അങ്ങനെ നല്ല മാർക്ക് വാങ്ങാൻ കഴിഞ്ഞു. പിന്നീടാണ് സൂറത്തുൽ ബഖറ നമ്മൾ മുന്താസ്തയുമായിട്ട് നമ്മൾ ആദ്യം ഒരു മീറ്റപ്പ് വെക്കുന്നത്. കോഴിക്കോട് ബീച്ചിൽ വെച്ചായിരുന്നു മീറ്റപ്പ്. അന്നാണ് മുന്താസ്താനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അതിന്റെ മുന്നേ നമ്മൾ എക്സാം എഴുതുകയും പഠിക്കുകയും ചെയ്തിട്ടുള്ള ഗിഫ്റ്റ് തരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. അൽഹംദുലില്ലാഹ്. ഇങ്ങനെ ബീച്ചിന്റെ അടുത്ത് കണ്ണൂരിലെ 1-2 പേരും സുമി അന്ന് ബക്കറ തുടങ്ങിയിട്ടില്ല. അന്നിങ്ങനെ വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു ബക്കറ പഠിക്കാന്നുള്ളത്. അന്ന് എനിക്ക് പഠിക്കാൻ കഴിയുമോ എന്ന് ടീച്ചറോട് ചോദിച്ചു. ടീച്ചർ പറഞ്ഞു വിസ്മി ചൊല്ലി തുടങ്ങിക്കോ. അങ്ങനെ ഞാൻ ബക്കറ 94 ആയത്തോളം അൽഹംദുലില്ലാഹ് പഠിച്ചു കഴിഞ്ഞു. സുമിന്റെ ഇത് നല്ലൊരു പ്രചോദനം തന്നെയാണ്. കാരണം നമ്മൾക്ക് വേണ്ടിയിട്ട് എപ്പോഴും നമുക്ക് വേണ്ടിയിട്ട് പഠിച്ചോ എന്ന് അങ്ങനെ നമുക്കൊരു പ്രചോദനമായി. പിന്നെ ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്താണെങ്കിൽ മഞ്ചേരിയില് എല്ലാവർക്കും ഒരു ആഗ്രഹമായിരുന്നു ബക്കറ പഠിക്കുക എന്നുള്ളത്. എങ്ങനെ ഇതിലെത്തിപ്പെടുക, അങ്ങനെ ഒരു ഇതിലായിരുന്നു എല്ലാവരും. അങ്ങനെ മഞ്ചേരിയിൽ ഞാൻ വഴിയാണ് അമ്മ ജ്യൂസ് കുറെ പേര് പഠിക്കേണ്ട അർത്ഥത്തോടു കൂടി നിസ്കാരത്തിൽ പാരായണം ചെയ്യാൻ പഠിച്ചു. അങ്ങനെ പല ഗ്രൂപ്പിലും നമ്മുടെ മിഷ്കാത്തിൽ തന്നെ പല കോയിലും സുമർ അൽക്കാഫ് അങ്ങനെ എല്ലാ ഇതിലും ചേർന്ന് പഠിക്കാൻ കുറെ പേര് നമ്മളെ കൂടെ അവർക്കൊരു വൈത്തിരിവായി എല്ലാവർക്കും. ഇപ്പൊ ഈ ഭംഗിയായിട്ട് ഇപ്പൊ ഇവിടെ സംസാരിക്കാനുള്ള ഒരു ഇത് വന്നത് മുന്താസ്താന്റെ സ്പീക്കിംഗ് കോഴ്സിലൂടെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. പിന്നെ നമസ്കാരത്തില് നമ്മളെ എല്ലാ ഊഹറിന് മുമ്പുള്ള ശേഷം എപ്പോഴും ഒതു എടുത്ത് പിന്നെ 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുന്നത് പതിവാക്കി. പിന്നെ ബിലാൽ ഒരു പടി മുമ്പിലുള്ളത് ഒതു എടുത്ത് നമസ്കരിച്ചത് കൊണ്ടാണ്. അങ്ങനെ അതും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞു അൽഹംദുലില്ലാഹ്. ളുഹറിന്റെ മുമ്പ് 4 റക്അത്ത് ഒരു വീട് ലഭിക്കുക എന്നൊരു സന്തോഷമുള്ള കാര്യമാണ്. സ്വർഗത്തിൽ വീടിനെ കുറിച്ചും മണിമാളികയെ കുറിച്ചെല്ലാം വിശുദ്ധ ഖുർആനിൽ തിരുസുന്നത്തിൽ ഒത്തിരി സംസാരിക്കുന്നുണ്ട് അല്ലെ. പിന്നെ ളുഹറിന്റെ മുമ്പുള്ള 4 റക്അത്തും ശേഷമുള്ള റക്അത്തൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയത് ഈ ഹജ്ജ് കർമ്മത്തിലൂടെയാണ്. ദുഹാ നമസ്കാരം 2 റക്അത്ത് നമസ്കരിക്കാൻ നമ്മുടെ ശരീരത്തിലെ 360 കൂടുതൽ സന്ധികൾക്കുള്ള അതിനുള്ള സദക്കയാണ്. അത് ഭംഗിയായി നിർവഹിക്കാൻ കഴിയുന്നുണ്ട്. അത് ഓരോ നമസ്കാരവും ഓരോന്ന് ഓർത്ത് മനസ്സിലാക്കി നമസ്കരിക്കാനും അത് ജീവിതത്തിലും പകർത്താനും സാധിക്കും അൽഹംദുലില്ലാഹ്. പിന്നെ ഇഷ്റാഖ് നമസ്കാരം സുബഹി നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ഇഷ്റാഖ് നമസ്കാരം 2 റക്അത്ത് നമസ്കരിക്കും. ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലമാണ്. നമസ്കാരത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അസ്സറിന് മുമ്പുള്ള നമസ്കാരമൊക്കെ എങ്ങനെ വിചാരിക്കും ഇത്ര തോനെ എങ്ങനെ നമസ്കരിക്കുക എന്നൊക്കെ ഉള്ളത്. പക്ഷെ അതൊക്കെ ഭംഗിയായി അൽഹംദുലില്ലാഹ് നമ്മളെ ടീച്ചർ വഴിയാണ് എനിക്ക് എല്ലാവരും കിട്ടിയത്. ഒരിക്കലും തീരാത്തൊരു അനുഭവം തന്നെയാണ്. ഇത്രയും നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരാൻ സാധിച്ചല്ലോ. അൽഹംദുലില്ലാഹ് റബ്ബിൽ ആലമീൻ. പിന്നെ ദിക്റുകളും അദ്കാറുകളും മുടങ്ങാതെ
അൽഹംദുലില്ലാ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞു. സുബാന സുബാന എന്ന് പറഞ്ഞൊരു ചെടി നട്ട പ്രതിഫലം, സുബാന അള്ളാഹിൽ എന്ന സുഹൃത്തൊരു ഈന്തപ്പന പ്രതിഫലം, ഒരു ഈന്തപ്പഴ നട്ട പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുക. എന്നാ അങ്ങാടി പ്രാർത്ഥനയൊക്കെ ആദ്യേ അറിയില്ലായിരുന്നു അങ്ങനെ ചെല്ലാൻ. പക്ഷെ ഇപ്പോഴൊക്കെ ഞാൻ കുറെ മാറ്റങ്ങളാണ് ഇവിടെ മിസ്കാത്തിലൂടെ നമുക്ക് കെട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ തിങ്കളാഴ്ചത്തെ നോമ്പ് മുന്താസ്ത എന്നും പോസ്റ്റ് ചെയ്യാറുണ്ട്. അയ്യാമുൽ ബിയദ് നോമ്പുകളൊക്കെ, അതൊക്കെ ജീവിതത്തിൽ കഴിയുന്നതും പ്രാവർത്തികമാക്കാൻ തന്നെ ശ്രമിക്കാറുണ്ട്. റബീത്ത് ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബിയൻത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയെ കൈ പിടിച്ച് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാം. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഈ അറിവിലൂടെ നമുക്ക് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞു. പ്രാർത്ഥനകൾ എന്ന് പറഞ്ഞാൽ പിന്നെ സ്നേഹിതർ തന്നെ പഠിപ്പിച്ച പ്രാർത്ഥന, നമ്മൾ മയ്യത്ത് നമസ്കാരമൊക്കെ പോകുമ്പോൾ നമ്മൾ മയ്യത്ത് വീട്ടിൽ പോകുമ്പോൾ മയ്യത്ത് കാണുമ്പോഴുള്ളൊരു പ്രാർത്ഥന, അത് ഞാൻ അസീന ടീച്ചർ വഴിയാണ് എനിക്ക് കിട്ടിയത്. അപ്പൊ നമ്മൾ അള്ളാഹുമ്മ اللهم اغفر لي فلاني في مهديه واغفره في قبره في الحارث واغفر لنا وله يا رب العالمين واستغفر له قبره ونبيه فيه. ആ പ്രാർത്ഥന എവിടെ പോകാൻ വീട്ടിൽ പോകണമെങ്കിലും ഞാൻ മറക്കാതെ ചെല്ലാൻ ശ്രമിച്ചു. അപ്പോൾ അത് എനിക്കൊരു പുതിയൊരു അറിവാണ് ഇങ്ങനെ കിട്ടിയിട്ടുള്ളത്. പിന്നെ സൂറത്തുൽ കാഫിലെ 10 ആയത്ത് ദിവസം പാരായണം ചെയ്യാറുണ്ട്. അത് ദജ്ജാലിന്റെ ഫിത്തനയിൽ നിന്നും കാക്കും. ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾക്ക് ഇതിലൂടെ കുറെ പേരെ എത്തിക്കാൻ കഴിയുന്നു. അൽഹംദുലില്ലാഹ്. നമ്മളെ ഹജ്ജ് കർമ്മത്തിലൂടെയാണല്ലോ മഞ്ചേരി മുഴുവനും കുറേ പേർ സഹോദരിമാർ ബക്കറ, അമ്മ ജ്യൂസ്, അസ്മാഉൽ ഹുസ്ന, നൂറുസ്സദരി, കെൽമറ്റു ഹമൽ പഠിക്കാൻ കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്. അതുപോലെ തന്നെയാണ് വളരെ ആഗ്രഹിക്കുന്ന അസ്മാഉൽ ഹുസ്ന അള്ളാന്റെ നാമങ്ങൾ. നമ്മൾ ചെറിയ കുട്ടികളാകുമ്പോൾ നമ്മളെ ഉമ്മമാരിങ്ങനെ പറഞ്ഞ റഹ്മാൻ റഹീം മാലിക് ഖുദ്ദൂസ് സലാം അങ്ങനെയൊക്കെ ഇങ്ങനെ പറഞ്ഞു തരുന്നല്ലാതെ ഓർത്തോർത്ത് അള്ളാന്റെ ഓരോ റബ്ബാരാണ്, റഹ്മാനാറാണ്, അങ്ങനെ സൃഷ്ടിച്ച് പരിപാലിച്ച് ഉടമപ്പെടുത്തി നിയന്ത്രിച്ച് കൈകാര്യകർത്തത്തെ നിർവഹിച്ച് അങ്ങനെ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്. പിന്നെ അതുപോലെ തന്നെ തദബ്ബുർ, ആയിഷ മെമ്മിന്റെ ഹെൽമെറ്റ് ഹമല്, നൂറുസ്സദരി, അതിലൊക്കെ കുറെ പേർക്ക് പഠിക്കാനും മൂലം അത് എനിക്കൊരു സന്തോഷമായിട്ടത് നമുക്ക് ഇങ്ങനെയൊക്കെ എത്താൻ കഴിഞ്ഞല്ലോ, ഇങ്ങനെയൊക്കെ പറഞ്ഞ ആളെ കൊണ്ടുവരാൻ കഴിഞ്ഞു. അപ്പൊ എനിക്കൊരു സന്തോഷം തന്നെയാണ് എല്ലാവരും അതിങ്ങനെ പറയുമ്പോഴും കുറെ പഠിക്കാൻ അതിന്റെ പ്രചോദനമൊക്കെ എനിക്കൊരു ഉപകാരപ്രദമായി. പിന്നെ എന്താണ് ഹെൽമെറ്റ് ഹമല് എന്ന് പറഞ്ഞാൽ ആ പുസ്തകം തന്നെ നമ്മുടെ ജീവിതത്തിൽ ശരിക്കും മാറ്റം വരുത്തേണ്ട ഒരു കാര്യങ്ങൾ തന്നെയാണ്. എന്താ വെച്ചെങ്കിൽ ആരും ജീവിതത്തിൽ തെറ്റ് ചെയ്യാത്തല്ലോ ആരുമില്ല. അപ്പൊ ഓരോ നമ്മൾ കേൾക്കുമ്പോഴും അത് തോട്ട് ചെയ്ത് മടങ്ങാനും അത് എങ്ങനെ തദബ്ബൂർ ചെയ്ത് ചിന്തിച്ച് ആലോചിക്കാനും അതിനുള്ളൊരു പ്രചോദനം തന്നെയാണ്. നല്ലൊരു മാറ്റം തന്നെ ഈ തദബ്ബൂറിലൂടെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. പിന്നെ വെള്ളിയാഴ്ച ദിവസങ്ങൾ അൽക്കാഫ്, നമ്മൾ ആദ്യം ഇന്ന് അൽക്കാഫ് മാത്രമേ പാരായണം ചെയ്യുള്ളൂ. ഇപ്പോ സുമർ പാരായണം ചെയ്യാനും പിന്നെ ഇഷ്റാഹ് സൂറത്ത്, പിന്നെ അൽക്കാഫ്, സുമർ, ഇഷ്റാഹ്, മുൽക്ക്, അങ്ങനെ എല്ലാ സൂറത്തുകളും വെള്ളിയാഴ്ച സലാത്ത് കൂടുതൽ ചൊല്ലാനും അങ്ങനെ പഠിച്ചു. അങ്ങനെ പ്രാവർത്തികമാക്കി. അൽഹംദുലില്ലാഹ്. പിന്നെ പ്രാർത്ഥനകൾ എന്ന് പറഞ്ഞ പ്രാർത്ഥന അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഖൈരി കുല്ലി ആജിലി വഅജിലി മാ ലിതു മിൻ മാലം എന്നുള്ള പ്രാർത്ഥന അത് ഒരു നല്ലൊരു കാര്യമായി. എന്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു പ്രാർത്ഥനകൾ നല്ല പഠിച്ചപ്പോൾ അല്ലാഹുമ്മ ഇന്നി അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഒരു പ്രാർത്ഥന ഉണ്ടല്ലോ, നമ്മുടെ അനുഗ്രഹങ്ങളൊക്കെ നീങ്ങി പോവാതിട്ടുള്ള പ്രാർത്ഥന, അത് പഠിച്ചു. അങ്ങനെ കുറെ പ്രാർത്ഥനകൾ നല്ലവണ്ണം നമുക്ക് ഇതിലൂടെ പഠിക്കാൻ കഴിഞ്ഞു. ഇതിന് പഠിക്കുമ്പോഴാണ് നമുക്ക് ഒരു ശരിയായൊരു ഇബാദത്ത് ചെയ്യാൻ കഴിയുക. അതിന് പ്രായ വ്യത്യാസമില്ല. ശരിയായ രൂപത്തിൽ പഠിച്ച് മനസ്സിലാക്കി ഇഖ്ലാസോട് കൂടി ആയിരിക്കണം. എന്നാലേ പരലോകത്ത് ജീവിത വിജയവും സ്വർഗത്തിലേക്കുള്ള പ്രവേശനവും സാധിക്കുകയുള്ളൂ. ഇൽമ് കിട്ടുന്നതിനനുസരിച്ചാണ് അള്ളാഹുവിനോടുള്ള ഇഷ്ടവും ഖുശൂഉം നമുക്ക് കൂടുന്നത്. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്.
പിന്നെ നമ്മുടെ ജീവിതത്തിലെ 4 കാര്യങ്ങൾ ഒരിക്കലും നമുക്ക് ഉപേക്ഷിക്കാൻ പാടില്ലാത്ത 4 കാര്യങ്ങളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹത്തിന് നന്ദി കാണിക്കുവാനും, നന്ദി ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ വിഭവങ്ങൾ കുറയും. ലഇൻ സക്കർത്തും ലഅസീദനക്കും, അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നിങ്ങൾ നന്ദി കാണിക്കാൻ നിങ്ങൾ നന്ദി വർദ്ധനം ചെയ്യുക തന്നെ ചെയ്യുമെന്നാണ് അള്ളാഹു പറഞ്ഞത്. 2ാമത്തെ കാര്യം, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയാണ്. ദൈവസ്മരണ ഇല്ലെങ്കിൽ അള്ളാഹുവിനെ നന്മയെ വിസ്മരിക്കും. അള്ളാഹു പറഞ്ഞത് ഏറെ ശ്രദ്ധേയമാണ്. അപ്പൊ അത് കുർക്കും വഷ്കുറൂലി വലാ തക്ഫുറൂൻ, നിങ്ങൾ എന്നെ ഓർക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളെയും ഓർക്കും. അപ്പോൾ മലക്കുൽ ജബ്ബാറായ അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർക്കണമെങ്കിൽ, അള്ളാഹു പരിഗണിക്കണമെങ്കിൽ അവനെ കുറിച്ചുള്ള സ്മരണ സദാ നിർത്തേണ്ടി വരും. 3ാമത്തേത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയെങ്കിൽ അള്ളാഹു നമ്മളെ പരിഗണിക്കുകയില്ല, നമുക്ക് ഉത്തരം കിട്ടുകയുമില്ല. നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുകയും അഷ്കുർത്തും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകുന്നതാണ് എന്നാണ് പറയുന്നത്. പ്രാർത്ഥനയിൽ ഇങ്ങനെയാണ് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നത്. അതുകൊണ്ട് പ്രാർത്ഥന ഉണ്ടാകണം നമ്മുടെ ജീവിതത്തിൽ. 4ാമത്തേത് ഇസ്തിഗ്ഫാർ, പാപമോചനം. പാപമോചനത്തിന് പ്രാർത്ഥന ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ വിജയം നമുക്ക് തടയപ്പെടും. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വമാ കാന അല്ലാഹു മുഅദ്ദിബുഹും വഹും യസ്തഗ്ഫിറൂൻ. അവർ പാപമോചന പ്രാർത്ഥനകൾ നടത്തുന്ന കാലമത്തെ അള്ളാഹു അവരെ ശിക്ഷിക്കുന്നതില്ലായിരുന്നു. അള്ളാഹുവിന്റെ ആരാധിക്കണമെങ്കിൽ, അവർ പരിഗണന ഉണ്ടാവണമെങ്കിൽ, നമ്മുടെ ഉപജീവിതത്തിൽ അനുഗ്രഹം ലഭിക്കണം, നമുക്ക് നിരന്തരമായി പാപമോചനം പ്രാർത്ഥനകളും ഇസ്തിഗ്ഫാറും അധികരിപ്പിക്കണം. ഇസ്തിഗ്ഫാർ കൊണ്ട് വലിയ ഗുണങ്ങളുമുണ്ട്. നമ്മൾ പാപങ്ങൾ പൊറുക്കാനാണെന്ന്, പക്ഷെ നമ്മളെ കാര്യങ്ങൾ സാധിപ്പിക്കാനും ഇസ്തിഗ്ഫാർ കൊണ്ട് കഴിയുന്നതാണ്. പിന്നെ ഇസ്കാത്തിൽ വന്നതോടുകൂടി നമുക്ക് കുറെ സഹോദരിമാരെ കിട്ടി. പല സ്ഥലങ്ങളിലുള്ള സഹോദരിമാർ, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള കുറെ സുഹൃത്തുക്കളെ നമുക്ക് പരിചയപ്പെടാനും, അള്ളാഹു സുബ്ഹാനഹു വ തആല എവിടൊക്കെയാണല്ലേ ഈ ദീനിന്റെ കണ്ണികൾ വെച്ച് കുറെ സഹോദരിമാരെ നമുക്ക് പരിഗണിക്കാൻ കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്. പിന്നെ കണ്ണൂരാണെങ്കിലും കുറെ സഹോദരിമാര്, വാഹിദത്ത, അന്നമാര്, ഫബീല, റസ്ല, അങ്ങനെ കുറെ ഫ്രണ്ട്സുകൾ എനിക്ക് നല്ലൊരു അനുഭവം ഉണ്ടായി. പിന്നെ എപ്പോഴാണെങ്കിലും ഞാൻ ആദ്യം റൂഹിനാണ് ഫുഡ് കൊടുക്കല് കേട്ടോ, ജസദിനല്ല. ആദ്യം ഫുഡിനാണ് ഭക്ഷണം കൊടുക്കാറ്, പിന്നെയാണ് ഞാൻ ജസദിന്. പിന്നെ കിടക്കുന്നതിന് തന്നെ ഞാനൊരു സ്വയം വിചാരണ ചെയ്യലുണ്ട് റബ്ബിനോട്. റബ്ബെ എന്താണ് നമ്മളെ, റബ്ബിന് എന്താണ്, നമ്മൾ ഇഷ്ടപ്പെട്ട ഒരാൾ വരുമ്പോ നമ്മൾ എന്തെല്ലാണല്ലേ ഒരുക്കുക, അപ്പൊ നമ്മൾ റബ്ബിന് നമ്മൾ എന്താ കൊടുത്തിട്ടുള്ളത്, അങ്ങനെ ഒരു ബോധത്തോടെ എനിക്ക് എല്ലാ പ്രവൃത്തികളും ചെയ്യാൻ കഴിയുന്നുണ്ട്. ആദ്യം നമ്മൾ സമസ്തന്റെ മദ്രസയിലാണല്ലോ പഠിച്ചിട്ട്. അപ്പൊ വുളൂഹ് ചെയ്യുമ്പോൾ ആദ്യം കുറെ ആയിരുന്നു. ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ ബിസ്മില്ലാ വെച്ച് തുടങ്ങുന്നത്. വുളൂഹിന്റെ കാര്യങ്ങളും പ്രത്യേകതകളും കാൽ കഴുകുമ്പോൾ അല്ലാഹു എന്നുള്ള പ്രാർത്ഥനകളൊക്കെ പഠിക്കുന്നതൊക്കെ ഞാൻ വന്നതിന് ശേഷമാണ്. അന്നമായി തഹജ്ജുദിലെ പ്രാർത്ഥന, അൽഹംദുലില്ലാഹി അല്ലദീ അഹ്യാന ബഅദ അമാതനാ വഇലൈഹി നുശൂർ, അത് മാത്രമേ ഞാൻ ആദ്യം മദ്രസയിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അൽഹംദുലില്ലാഹി അല്ലദീ അഫാനി ഫീ ജസി വദഅത അലാ റൂഹി വഅദ്നബി ദിക്രി, അങ്ങനത്തെ പ്രാർത്ഥനകൾ പഠിച്ചു. പിന്നെ ആൽ ഇംറാനിലെ എന്നുള്ള ആയത്തുകൾ 198 വരെയുള്ള ആയത്തുകളൊക്കെ ഞാൻ കാണാതെ ഇത് മിഷ്കാത്തിൽ നിന്ന് തന്നെ ടീച്ചർ പഠിപ്പിച്ച് അങ്ങനെ എല്ലാവരും പഠിച്ചു. മുൻദാസ്ഥാന്റെ പുസ്തകം, അത് നല്ലൊരു പ്രയോജനമായി. എല്ലാ ദിക്റുകളും അദ്കാറുകളും അതിനുള്ള എല്ലാതും നമുക്ക് നല്ലൊരു ഇതായി പോയി. പിന്നെ ദാസ്ഥാന്റെ കൂടെ ഞങ്ങളെല്ലാവരും ഒരു റിസോർട്ടിലേക്ക് പോവുകയുണ്ടായി. അവിടെ നിന്ന് നമുക്ക് പല അനുഭവങ്ങളും പല കാര്യങ്ങളും, അത് റിസോർട്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് എന്താണെന്നാവുമെന്നുള്ളത്. അപ്പോഴാണ് അവിടെ നിന്ന് ഓരോ കാര്യങ്ങൾ, അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ കുറിച്ചൊക്കെ ഓരോ ക്വിസ് മത്സരങ്ങളും ദിക്റുകളും അദ്കാറുകളും ഖുർആൻ പഠനങ്ങളും ക്ലാസ്സുകളും, അവിടെ നിന്ന് കുറെ പേരെ പരിചയപ്പെടാനും കുറെ ആൾക്കാർ ബന്ധം പുതുക്കാനും അങ്ങനെ സാധിച്ചു. അൽഹംദുലില്ലാഹ്. പിന്നെ സ്വർഗത്തിലെ 8 കവാടങ്ങളിലേക്കും പ്രവേശിക്കാൻ സുന്നത്ത് കർമ്മങ്ങൾ അധികരിച്ചും സ്വർഗത്തിന് പ്രവേശിക്കാം. വീട്ടു ജോലി ചെയ്യുമ്പോഴും ബിസ്മില്ലാഹ് അതൊക്കെ നിയ്യത്ത് വെക്കാൻ പോലും
കഴിയും. പ്രായമുള്ള ഉമ്മ വാപ്പ ആരാണ്ടെങ്കിൽ നമുക്ക് അതിനൊന്നും അറിയില്ല. അപ്പൊ അതൊക്കെ ഒരു ഹിബാദത്താണ്. സ്വർഗത്തിലെ 8 കവാടങ്ങളിലേക്കും പ്രവേശിക്കാം. സുന്നത്ത് കർമ്മങ്ങൾ അധികരിപ്പിച്ചും സ്വർഗത്തിൽ പ്രവേശിക്കാം. വീട്ടുജോലി ചെയ്യുമ്പോഴും ബിസ്മില്ല എന്ന് തുടങ്ങി ജോലി ചെയ്താലും നമുക്ക് അതിനൊരു പ്രതിഫലമാണ്. അതൊന്നും നമുക്ക് അറിയില്ലായിരുന്നു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ തഹജ്ജുദ് നമസ്കാരം ഈ ലോകത്തുള്ള മുഴുവൻ കിട്ടുന്ന ഒരു പ്രതിഫലം തന്നെയാണ് തഹജ്ജുദ് നമസ്കാരം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബാങ്കിന് ശേഷം നമ്മളെ ദുആക്ക് റളീതു ബില്ലാഹി റബ്ബ, ശേഷം റളീതു ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന എന്ന് പറഞ്ഞാൽ ആദ്യം അതൊക്കെ ചെയ്യണമെങ്കിലും കൂടി പിന്നീടാണ് ഇങ്ങനെ ഇതൊക്കെ ചെയ്യുന്നത്. അത് മനസ്സിലൊക്കെ പറയുമ്പോൾ നമ്മള് ഇത് മാത്രം സ്പോട്ടിലത്ത് മാത്രമാണ്. ഇപ്പൊ അത് മാറ്റം വരുത്തി, അതൊക്കെ ജീവിതത്തിൽ മാറ്റം വരുത്തിയ സംഗതിയാണ്. പിന്നെ നല്ല സ്വഭാവം, മിസാനിൽ കനം തോന്നുന്ന നല്ല സ്വഭാവം, അത് നല്ലൊരു അറിവായി. ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും മക്കളെ കൂട്ടിപ്പിടിക്കുക. അമ്മമാര് മക്കളെ വിളക്കാണ്. നല്ല സ്വഭാവം, നല്ല ക്ഷമ, നല്ല പെരുമാറ്റം, ദീനിനോട് മുഹബത്ത് വരാൻ, അതൊക്കെ ഒരു ഇമ്പോർട്ടന്റ് കാര്യങ്ങളാണ്. ഇനി റഹ്മത്തിന് പറയാനുണ്ടല്ലോ അല്ലെ? ഇപ്പൊ 3 മണിയായില്ലേ സമയം? പറഞ്ഞോ, കുഴപ്പമില്ല. ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞെങ്കിൽ ദുആ ചെയ്ത് നിർത്തിക്കോളൂ. ഇല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. നമുക്ക് അറിവ് കിട്ടിയതിലൂടെ നമുക്ക് ലഭിക്കേണ്ട 4 കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ, നമ്മൾക്ക് ഉണ്ടാകേണ്ട. അതൊന്നുകൂടെ പറയാമോ? ലൈൻ ശക്കർത്തും ലാസീതന്നെ. അങ്ങനെ ആ 4 കാര്യങ്ങൾ ഒന്നുകൂടെ പറഞ്ഞ ആൾക്കാർക്ക് ഒന്നുകൂടെ ഓർമ്മിക്കാൻ ഉപകാരമായി. ഒന്ന്, 4 ഒരിക്കലും ഉപേക്ഷിക്കാൻ കഴിയാത്ത അള്ളാഹു സുബ്ഹാനഹു തന്ന അനുഗ്രഹത്തിന് നന്ദി കാണിക്കുക എന്നതാണ്. നന്ദി ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വിഭവങ്ങൾ കുറയും. ലഇൻ ശക്കർത്തും ലഅസീദന്നക്കും. അള്ളാഹു സുബ്ഹാനഹു പറയുന്നത്, നിങ്ങൾ നന്ദി ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് വർദ്ധനവ് ചെയ്യുക തന്നെ ചെയ്യും എന്നാണ് അള്ളാഹു പറഞ്ഞത്. രണ്ടാമത്തേത് അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയാണ്. ദൈവസ്മരണ ഇല്ലെങ്കിൽ അള്ളാഹു നമ്മളെയും വിസ്മയിക്കും. അള്ളാഹു പറഞ്ഞത് ഏകശ്രദ്ധമാണ്. അത് കുർക്കും വഷ്കുറൂലി വലാ തക്ഫുറൂൻ. നിങ്ങൾ എന്നെ ഓർക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളെയും ഓർക്കും. അപ്പോൾ മലക്കുൽ ജബ്ബാറായ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഓർക്കണമെങ്കിൽ നമ്മളെ പരിഗണിക്കുമ്പോൾ അവനെ കുറിച്ചുള്ള സ്മരണ സദാ നിലനിർത്തേണ്ടതാണ്. മൂന്നാമത്തെ പ്രാർത്ഥന. പ്രാർത്ഥനയെങ്കിൽ അള്ളാഹു നമ്മെ പരിഗണിക്കുകയില്ല, നമുക്ക് ഉത്തരം നൽകുകയുമില്ല. നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. ലക്കും. നമസ്കാരം എന്ന് പറയുന്നത് പ്രാർത്ഥന ഇല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകപ്പെടുന്നത്? അതുകൊണ്ട് പ്രാർത്ഥന ഉണ്ടാവണം. ഈ 4 കാര്യങ്ങളാണ്. 4ാമത്തേത് ഇസ്തിഗ്ഫാർ, പാപമോചനം. പാപമോചനം പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ വിജയം നമുക്ക് തടയപ്പെടും. വമാ കാന അല്ലാഹു മുഅദ്ദിബുഹും വഹും യസ്തഗ്ഫിറൂൻ. പാപമോചന പ്രാർത്ഥനകൾ നടത്തുന്ന കാലമൊക്കെ അള്ളാഹു അവരെ ശിക്ഷിക്കുന്നതല്ല. അള്ളാഹുവിന്റെ വരാതിരിക്കണമെങ്കിൽ അവർ പരിഗണന ഉണ്ടാവണം. അദാബ് വരാതിരിക്കണമെങ്കിൽ പരിഗണന ഉണ്ടാവണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം ലഭിക്കണമെങ്കിൽ നമുക്ക് നിരന്തരമായി പാപമോചന പ്രാർത്ഥനകൾ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണം.